ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ക്രിസ്തീയ ഭക്തിഗാന ഗായകൻ കെസ്റ്റർ പാടിയ ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ വിവിധ ഗായകർ പാടിയ ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റ ID എല്ലാവരും ഫോളോ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകൻ SPB. അദ്ദേഹം ആലപിച്ചിട്ടുള്ള ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. SPB ആലപിച്ച ഗാനങ്ങൾ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഹിന്ദിയിലും ഇഷ്ടംപോലെ ഗാനങ്ങൾ ഉണ്ട്. അതിൽ നമ്മൾ മലയാളത്തിലെയും തമിഴിലെയും ഗാനങ്ങളാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. മലയാളത്തിൽ താരാപഥം എന്ന് പറയുന്ന ഗാനം അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ചിത്രയുടെ കൂടെയാണ് അദ്ദേഹം ആ ഒരു ഗാനം ആലപിച്ചത്. മലയാളത്തിൽ തന്നെ അദ്ദേഹം ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. അബ്രാമിൻ ദൈവം നൽകും കാനാന്തേശം തേടി തേടി എന്ന് പറയുന്ന ക്രിസ്തീയ ഭക്തിഗാനം അദ്ദേഹം നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തു നിൽക്കുവാൻ യേശു കൊണ്ട് എല്ലാവരും വരുവിൻ എന്ന ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചിട്ടുണ്ട്. തമിഴിൽ ഒട്ടനവധി ഗാനങ്ങൾ SPB സാറിൻ്റെതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. നാൻ ഓട്ടോക്കാരൻ എന്ന് പറയുന്ന ഗാനം, അതോടൊപ്പം ഒട്ടനവധി ഗാനങ്ങൾ. അതിൽ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. നിലാവേവ, മണ്ണിൽ ഇന്ത കാതലുണ്ട് എന്ന് പറയുന്ന ഗാനം, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഗാനങ്ങൾ SPB നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒരുപാടുണ്ട്, അത് പറഞ്ഞാൽ തീരില്ല. നമ്മൾ ഒരുപാട് ഗായകരെ കുറിച്ച് നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട്. ഒരുപാട് ഗാനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആണ് ഇത്രയും പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് യേശുദാസ്, നമ്മുടെ കേരളത്തിലെ ഗാനഗന്ധർവൻ യേശുദാസ്. നമുക്കെല്ലാവർക്കും പരിചിതമാണ്, ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ മണിച്ചിത്രത്താഴിനുള്ളിൽ എന്ന് പറയുന്ന ഗാനം എന്ന പാട്ട് അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. അതിൽ ആ പാട്ടിൻ്റെ പേര് പഴന്തമിഴ് പാട്ടിഴയും എന്ന് പറയുന്ന ഗാനമാണ്. അത് തെറ്റിപ്പോയതാണ്, ക്ഷമിക്കുക. അതോടൊപ്പം അദ്ദേഹം പുലിമുരുകൻ എന്ന ചിത്രത്തിലെ കാടണിയും കാച്ചിലമ്പേ കാനനമൈന എന്ന ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദുലേഖെ എന്ന് പറയുന്ന ഗാനം അദ്ദേഹം നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ നിരവധി ഹിറ്റ് ഗാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചിത്ര പാടിയ ഗാനങ്ങളാണ്. കുഴലൂതും കണ്ണനുക്ക് എന്ന തമിഴ് പാട്ട് ആലപിച്ച ഒരു വ്യക്തിയാണ് ചിത്ര. ഇഷ്ടംപോലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ചിത്ര. ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോൾ എന്ന ഗാനം ചിത്ര ആലപിച്ചിട്ടുണ്ട്. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് എന്ന ചിത്രത്തിൽ. കൈതപ്പൂ എന്ന് പറയുന്ന ഗാനം മോഹൻലാലിൻ്റെ കൂടെ ആലപിച്ചു ചിത്ര. അങ്ങനെ തുടങ്ങിയ നിരവധി ഹിറ്റ് ഗാനം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാവഗായകൻ, നമ്മുടെ കേരളത്തിൽ തന്നെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന P. ജയചന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ ഇല്ല, അദ്ദേഹവും SPB ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കേരളത്തിലെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന P. ജയചന്ദ്രൻ്റെ ഗാനങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. P. ജയചന്ദ്രൻ തമിഴിൽ രാസാത്തി ഒന്ന് എന്ന് പറയുന്ന ഗാനം ആലപിച്ചു. മലയാളത്തിൽ
നമുക്ക് വേണ്ടി ധാരാളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അതിൽ 2-3 ഗാനങ്ങളാണ് വാൽമുന കണ്ണിലെ എന്ന് തുടങ്ങുന്ന ഗാനം, പിന്നെ ആരാരും കാണാതെ എന്ന് പറയുന്ന ഗാനം, അങ്ങനെ തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട്. കൂടാതെ മലയാളത്തിൽ 2-3 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ജാനകി. മലയാളത്തിലെ, തമിഴിലെ, ഹിന്ദിയിൽ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട് എസ് ജാനകി. അതിൽ മലയാളത്തിൽ ശാരികെ എന്ന് പറയുന്ന ഗാനം ആലപിച്ചിട്ടുണ്ട്, പിന്നെ കാണാക്കുയിലെ എന്ന് പറയുന്ന ഗാനം ആലപിച്ചിട്ടുണ്ട്. തമിഴിൽ തന്നെ കുറേ ഗാനങ്ങൾ ഹിറ്റായിട്ടുണ്ട്. അങ്ങനെ വിവിധ തരം ഗാനങ്ങൾ. അടുത്ത ഗാനം നമ്മൾ അടുത്തൊരു ഗായകനെ നോക്കാം, KG മാർക്കോസ്. അദ്ദേഹം ആലപിച്ചിട്ടുള്ള നിരവധി ഹിറ്റ് ഗാനങ്ങൾ 2-3 എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം കൂടുതൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലാണ് സജീവമായിരുന്നത്. സിനിമാ ഗാനത്തും പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങൾ എന്ന് പറയുന്നത് മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, പിന്നെ പ്രേമലു എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു. ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ഇസ്രായേലിൻ നാഥൻ, നമ്മളെല്ലാവരും കേൾക്കുന്ന ഏറ്റവും മികച്ച ഗാനമാണ് ഇസ്രായേലിൻ നാഥൻ. അത് അദ്ദേഹം ആലപിച്ചു. പിന്നെ ആകാശം മാറും എന്ന് തുടങ്ങുന്ന ഗാനം, പിന്നെ എമ്മാനുവേൽ എന്ന് പറയുന്ന ഗാനം, അങ്ങനെ വിവിധതര ഗാനങ്ങൾ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അർജിത് സിംഗ്. അദ്ദേഹം ഹിന്ദിയിലാണ് കുറേ ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുള്ളത്. മേരി ആഷിഖി എന്ന് പറയുന്ന ഗാനം, പിന്നെ ഓ ദേവ ദേവ എന്ന് തുടങ്ങുന്ന ഗാനം, അങ്ങനെ നിരവധി ഹിറ്റ് ഗാനങ്ങളുണ്ട്. പിന്നെ കേസരിയ എന്ന് പറയുന്ന ഗാനം അദ്ദേഹം നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട്. ഇനി സച്ചിൻ വാര്യർ ആലപിച്ച ഗാനങ്ങൾ നോക്കാം. സച്ചിൻ വാര്യർ നമുക്ക് വേണ്ടി ആലപിച്ചത് ഗാനങ്ങൾ വളരെ മനോഹരമായ ഹിറ്റ് ഗാനങ്ങളാണ്. പറഞ്ഞാൽ ദർശന എന്ന് പറയുന്ന ഗാനത്തിലൂടെയാണ് ആ ഒരു ഗാനമാണ് അദ്ദേഹം ആലപിച്ചതായിട്ട് എനിക്ക് ഉറപ്പുള്ളത്. ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്, ആ ഒരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നെ കുറേ ഗാനങ്ങളുണ്ട്. ഇനി നമുക്ക് ഒരു ഗായകനെ കൂടി നോക്കാം, ഒരു ഗായികയെ കൂടി നമുക്ക് നോക്കാം. വൈക്കം വിജയലക്ഷ്മി. അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചു. ഇപ്പോൾ അങ്ങുവാനക്കോണിലെ എന്ന ഗാനം ആലപിച്ചു ഈയിടെ. അങ്ങനെ മികച്ച ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മനോഹരമായ ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് വേണ്ടി വൈക്കം വിജയലക്ഷ്മി ആലപിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര ഗായകന്മാരെയാണ് നോക്കുന്നത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കേട്ടുമുട്ടാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റ ID ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.